നമുക്ക് തിരുവനന്തപുരത്ത് ഇടവയിലേക്ക് പോകാം. അവിടെ ശ്രീജേഷ് തങ്കപ്പൻ നായരുടെ വീട്ടിൽ നിന്ന് ഗോപാൽ ശിലാസനലാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ഗോപാൽ, അതിദാരുണമായ ഒരു രംഗം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മിക്ക വീടുകളിലും ഇതേ അവസ്ഥ തന്നെയാണ്. വളരെ വൈകാരികമായ ഹൃദയഭേദകമായ രംഗങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഇപ്പോൾ ശ്രീജേഷിൻ്റെ വീട്ടിലെത്തുമ്പോഴും അതിന് മാറ്റമുണ്ടാകില്ല എന്നറിയുന്നുണ്ട്. ശ്രീജേഷിൻ്റെ ബന്ധുക്കൾ വിമാനത്താവളങ്ങളിലേക്ക് എത്തുന്നുണ്ടോ? എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? ജിൽസി, ശ്രീജേഷിനും പങ്കുവയ്ക്കാനുള്ളൊരു വേദനിപ്പിക്കുന്ന കഥ തന്നെയാണ്. നമുക്ക് കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഞാൻ നിൽക്കുന്നത് ശ്രീജേഷിന്റെ ഇടവയിലുള്ള ഒരു സ്ഥലത്താണ്. അദ്ദേഹത്തിന്റെ വീട് നിന്നിരുന്ന സ്ഥലത്താണ്. ഈ കാണുന്നത് ശ്രീജേഷ് തന്റെ ഏറ്റവും വലിയ സ്വപ്നമായി പണികഴിപ്പിക്കാൻ വേണ്ടി തുടക്കമിട്ട ഒരു വീടിന്റെ അടിസ്ഥാനമാണ്. 5 വർഷം മുമ്പാണ് ഈ വീടിന്റെ അടിസ്ഥാനം ശ്രീജേഷ് കെട്ടിയത്. തൊട്ടപ്പുറത്തായി തന്നെ ശ്രീജേഷ് കളിച്ചു വളർന്ന കുടുംബ വീടുണ്ട്. ഈ കുടുംബ വീടിൽ നിന്നും ഒരു സ്വന്തമായൊരു വീട് വേണം എന്നൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് 5 വർഷം മുമ്പ് ശ്രീജേഷ് ഈ അടിസ്ഥാനം പണിഞ്ഞിവിടെ ഇട്ടത്. എന്നാൽ പിന്നീട് ശ്രീജേഷിന്റെ ജീവിതത്തിൽ ചില സംഭവങ്ങൾ, ചില ദുരന്തങ്ങൾ ഉണ്ടായി. അതിനോടനുബന്ധിച്ച് തന്നെയാണ് ഈ വീടും പാതി വഴിയിലായത്. ഈ വസ്തു മുഴുവനും കാടുപിടിച്ച് കിടക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. അത് വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ശ്രീജേഷിന്റെ കഥ പറയുകയാണെങ്കിൽ, ശ്രീജേഷ് 7 വർഷത്തോളം മുൻപ് പ്രവാസിയായ വ്യക്തിയാണ്. ആദ്യം ദുബായിലായിരുന്നു ശ്രീജേഷ് ജോലിക്ക് വേണ്ടി പോയത്. പിന്നീട് അവിടെ നിന്നും സൗദിയിലേക്ക് മാറി. അതിനുശേഷം 5 മാസം മുമ്പ് ശ്രീജേഷ് നാട്ടിലേക്ക് വന്നിരുന്നു. ഇടവ സ്വദേശികളായ തങ്കപ്പൻ നായരുടെയും ശ്രീദേവിയുടെയും 2 മക്കളിൽ ഇളയവനാണ് ശ്രീജേഷ്. അതിൽ ശ്രീദേവി അമ്മ വളരെ കുഞ്ഞിലെ തന്നെ 2 മക്കളെയും വിട്ട് പിരിഞ്ഞു. അതിനുശേഷം പിതാവ് തങ്കപ്പൻ നായർ തൻ്റെ ഭാര്യ വിട്ടുപോയതോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ മാനസിക നിലയിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. ഏകദേശം 1-2 വർഷത്തോളം അദ്ദേഹത്തെ കാണാനില്ലാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അത്തരത്തിൽ അച്ഛനും അമ്മയുമില്ലാത്ത ഒരു സ്ഥിതിയിലായിരുന്നു ശ്രീജേഷ് ഉണ്ടായിരുന്നത്. സഹോദരിയായ ആരതിയുടെ വിവാഹം കഴിഞ്ഞ വീട്ടിൽ, സഹോദരിയുടെ ഭർത്താവിന്റെ വീട്ടിലായിരുന്നു ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് ശ്രീജേഷ് താമസിച്ചിരുന്നത്. അത്തരത്തിൽ ഒരു സ്വന്തമായ ഒരു ഇടം കിടക്കാനില്ല എന്നുള്ളതിനാൽ തന്നെയാണ് ഈ വീട് പണിയുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ അദ്ദേഹം ആലോചിച്ചിരുന്നത്. എന്നാൽ 5 മാസം മുൻപ് അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. അതിന്റെ ചികിത്സയ്ക്ക് വേണ്ടി നാട്ടിലേക്ക് മടങ്ങിയെത്തുകയും പിന്നീട് ജൂൺ 6-ാം തീയതി, ഇക്കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുൻപ് മാത്രമാണ് അദ്ദേഹം തിരിച്ച് മടങ്ങി ഈ പറയുന്ന കുവൈത്തിലേക്ക് പോകുന്നത്. അവിടെ എന്നിട്ട് 6-ാം തീയതി പോയി. ഏകദേശം 7-8-ാം തീയതിയോടുകൂടി അദ്ദേഹത്തിൻ്റെ ജോലിയിൽ അദ്ദേഹം പ്രവേശിച്ചു. അവിടെ സെയിൽസ്മാൻ ആയിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത്. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഈ പറയുന്നത് പോലെയുള്ള അദ്ദേഹത്തിൻ്റെ വിളിച്ചിട്ട് ബന്ധപ്പെടാൻ സാധിക്കാതെ വന്നതോടുകൂടി തന്നെയാണ് ബന്ധുക്കളും നാട്ടുകാരും എല്ലാം തന്നെ അദ്ദേഹത്തെ അന്വേഷിച്ചത്. നമുക്ക് ഈ പ്രദേശവാസികൾ ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ശ്രീജേഷിനെ കാണാനില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ അപകടത്തിൽ പെട്ടു എന്ന വിവരം നിങ്ങൾ എപ്പോഴാണ് അറിയുന്നത്? ഇന്നലെ ഇവിടുത്തെ ഇടവേലെ വില്ലേജ് ഓഫീസർ ഇതറിഞ്ഞ വില്ലേജ് ഓഫീസർ എന്നെ വിളിക്കുമ്പോഴാണ് ഒരു 7:30 അറിയുന്നത്. അങ്ങനെ ശ്രീജേഷ് താമസിക്കുന്ന മുനിസിപ്പാലിറ്റി അത്തിവിള എന്ന് പറയുന്ന അച്ഛൻ്റെ വീട്ടിലാണ്. അങ്ങനെ ഞാൻ വില്ലേജ് ഓഫീസറൊക്കെ അവിടെ പോയി ഇതൊക്കെയപ്പോൾ ഗൾഫിൽ പോയെന്നാൽ അവിടെ നിന്ന് ബന്ധുവിനെ വിളിച്ചപ്പോഴെന്ന് പറഞ്ഞാൽ 6-ാം തീയതി പോയി. ശ്രീജേഷിൻ്റെ ഒരു വീട് വലിയ സ്വപ്നമായിരുന്നു എന്ന് നാട്ടുകാരും ചേട്ടനൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞു. പക്ഷെ അത് പകുതി പോലും ആയില്ല. എന്നിട്ട് ഒരു 6 മാസം കൊണ്ട് ഇപ്പം പുള്ളി നാട്ടിലുണ്ടായിരുന്നു. എങ്കിലും ഇവിടെ എന്തോ കമ്പനി ജോലിക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. പുള്ളി ഒരു ശാന്തമായി ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുന്ന ഒരു ഇതാണ്. അമ്മ ചെറുതിലെ മരിച്ചു, അച്ഛൻ കാണാതായി. ഇപ്പോൾ ഒരു 10 വർഷത്തോളം ആവും. അതാണ് പിന്നെ അപ്പം എന്തെങ്കിലും വളരെ ഒരു ദുഃഖകരമായി. സ്ഥലം MLA ആയിട്ടുള്ള വി ജോയി ഇവിടേക്ക് എത്തിച്ചേർന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് കൂടി നമുക്ക് പോകാമെന്ന് തോന്നുന്നു. സമയം സംബന്ധിച്ച് ഇപ്പോൾ 10:00 കൂടിയിട്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഡെഡ് ബോഡി എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് ബോഡി ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് ഏറ്റവും അടുത്ത ബന്ധുക്കൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ശവസംസ്കാര ചടങ്ങുകൾ സഹോദരിയും ഭർത്താവും വരണം. അപ്പോൾ അവർ തൊട്ടടുത്ത ഫ്ലൈറ്റിൽ നെടുമ്പാശ്ശേരിയിൽ അതിന് ശേഷം എത്തും. അപ്പോൾ അവർ കൂടി വന്നതിന് ശേഷം ഇപ്പോൾ സഹോദരിയുടെ വീട്ടിലാണ് ഒരു പൊതുദർശനത്തിന് വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബ വീടായിട്ടുള്ള ഇവിടെ കൊണ്ടുവന്ന് മറ്റ് ചടങ്ങുകൾ നടത്താനാണ് അവരാലോചിച്ചിരിക്കുന്നതെന്നാണ് അടുത്ത ബന്ധുക്കൾ പറഞ്ഞത്. ഇന്ന് തന്നെ ചെയ്യാൻ വേണ്ടി അവർ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ കൂടുതൽ സമയം വെക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. ഏതാണ്ട് ഒരു
1 മണിക്കൂർ ഡിഫറൻസിൽ അവരും എത്തുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ശവസംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ച കാര്യത്തിലും ഏറെക്കുറെ ഒരു സ്ഥിരീകരണമായിരിക്കുന്നു. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആകെയുള്ള ഒരു ഉറ്റബന്ധു എന്ന നിലയ്ക്ക് സഹോദരി ആരതി മാത്രമാണുള്ളത്. ആരതിയും ഭർത്താവ് രാജേഷും ദീർഘനാളുകളായി അബുദാബിയിലാണ് ഉള്ളത്. അവർ ഈ ശ്രീജേഷിന്റെ മൃതദേഹം എറണാകുളത്ത് എത്തിയതിനു ശേഷം 1 മണിക്കൂറിന് ശേഷമുള്ള ഫ്ലൈറ്റിൽ അവർ അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തും. അവിടെ നിന്ന് ശ്രീജിത്തിന്റെ സഹോദരിയായ ആരതിയുടെ വീട്ടിലേക്ക്, അതായത് സഹോദരി ഭർത്താവിന്റെ ചെമ്പകശ്ശേരിയിലുള്ള വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരും. അതിനുശേഷം അവിടെയായിരിക്കും പൊതുദർശനം അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഈ കാണുന്ന, എനിക്ക് പിന്നിൽ കാണുന്ന ഈ പുരയിടം ശ്രീജിത്തിന്റെ സ്വന്തം പുരയിടമാണ്. ഇവിടെ തന്നെ വീട് വെക്കണമെന്നും തൊട്ടടുത്തായി, കാരണം ഇവിടെ വീട് വെക്കണമെന്ന് ശ്രീജേഷ് തീരുമാനിക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു. കാരണം അമ്മയെ അടക്കം ചെയ്തിരിക്കുന്ന, അമ്മ ശ്രീദേവിയെ അടക്കം ചെയ്തിരിക്കുന്ന മണ്ണാണ്. ആ പറമ്പിൽ തനിക്കൊരു വീട് വേണം എന്നതായിരുന്നു ശ്രീജേഷിന്റെ സ്വപ്നം. എന്നാൽ അതേ അമ്മയുടെ അടക്കം ചെയ്തിരിക്കുന്ന ആ ഇടത്തിന് തൊട്ടടുത്തായി ശ്രീജേഷിന് കൂടി ഇപ്പോൾ ഒരു അന്തി ഉറങ്ങാനുള്ള അല്ലെങ്കിൽ വിശ്രമിക്കാനുള്ള തീർച്ചയായും ഗോപാൽ, വളരെ ഹൃദയഭേദകമായ കാര്യങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. മരണത്തിനൊപ്പം തന്നെ പറയാനുള്ള കഥകൾ കൂടി, അത് അതിദാരുണമായ കഥകൾ കൂടിയാണ്. ശ്രീജേഷ് സ്വന്തമായൊരു വീട് വെക്കണമെന്ന ആഗ്രഹത്തിൽ 7 വർഷത്തോളം പ്രവാസിയായിട്ടും അതിൻ്റെ അടിത്തറയിട്ട് വയ്ക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. വളരെ ദാരുണമായ ഒരു ജീവിത കഥ കൂടിയാണ് ശ്രീജേഷിൻ്റെതായി നമ്മൾ കേട്ടത്. എന്തായാലും ആഗ്രഹങ്ങളൊന്നും സാധിക്കാതെ പിറന്ന മണ്ണിലേക്ക് തന്നെ ശ്രീജേഷ് മടങ്ങാൻ ഒരുങ്ങുന്നു എന്നുള്ള സങ്കടകരമായ വാർത്തകൾ കൂടി തേടിയെത്തുകയാണ്. ഗോപാൽ ശിലാസനലാണ് വിവരങ്ങൾ നൽകിയത്.